ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് ഉണ്ടാക്കി നോക്കുന്നത്. അതിലേക്കായി ഞാനെടുത്തത് 1 കിലോ ചിക്കൻ. അത് നന്നായി വാഷ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിലേക്ക് സവാള, തക്കാളി വാട്ടിയത്, ഉരുളക്കിഴങ്ങ്, എരിവിനനുസരിച്ച പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്. അതിനുശേഷം കഴുകി വെച്ച ചിക്കനിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി കൈ വെച്ച് തന്നെ കുഴയ്ക്കാം. കൈ വെച്ച് കുഴച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഈ മസാല നന്നായി പിടിക്കും. അതിനുശേഷം നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചിക്കനിലേക്ക് കുറച്ച് വെള്ളം മതി. ചിക്കനിൽ തന്നെ വെള്ളം വരുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കുക. ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റോളം വേവാനുള്ള സമയം കൊടുക്കുക. ശേഷം നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ, ഉള്ളി മൂപ്പിച്ചിട്ടുണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെ ഒഴിച്ചാൽ മതി. നെയ്ച്ചോറിലേക്കാണ് ഇനി വേണ്ടുന്ന സാധനങ്ങൾ പറയുന്നത്. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഇതൊക്കെ ഒന്ന് നെയ്യിൽ പൊരിച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ എടുത്തത് 2 ഗ്ലാസ് കൈമ റൈസാണ്. കൈമ റൈസ് നല്ലോണം വാഷ് ചെയ്ത് വെള്ളം ഊറ്റിക്കളയാൻ വയ്ക്കുക. എന്നിട്ട് നന്നായി ആ വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞ് കൈമ റൈസ് 2 സ്പൂൺ നെയ്യിൽ നന്നായി വറുത്തെടുക്കുക. ഒരു അരി പൊട്ടുന്ന പാകം ആണ് വേണ്ടത്. അതിലേക്ക് അരി എത്രയാണോ അതിൻ്റെ ഇരട്ടി തിളപ്പിച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം പട്ട, പൂവ്, ഗ്രാമ്പു ഇതൊക്കെ ചേർത്തി കൊടുക്കുക. ആവശ്യത്തിനേക്കുള്ള ഉപ്പും ചേർത്തി ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് മൂടി വയ്ക്കാം. നന്നായി തിളച്ച് കഴിഞ്ഞാൽ സിമ്മിൽ നന്നായി വെള്ളം വറ്റുന്നവരെ, പാകമാകുന്നവരെ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് അതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും, മല്ലിച്ചപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല, ഉള്ളവർ അതും കൂടെ ചേർത്തി കൊടുക്കുക. നല്ല സ്മെല്ല് വരും. ചേർത്തി കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.